ഇന്നാണെങ്കിൽ കുറച്ച് നേരത്തെയാണ് എണീറ്റിട്ടാട്ടോ അടുക്കളയിൽ കയറിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ എണീക്കാൻ തന്നെ കാരണം ഇന്ന് മക്കൾ സ്കൂളിൽ പോകുമ്പോഴത്തേന് എൻ്റെ എല്ലാ പണികളും തീർത്തിട്ട് വേണം എനിക്കൊരു സ്ഥലം വരെ പോകാൻ. അതിനു വേണ്ടി കുറച്ച് നേരത്തെ എണീറ്റതാണ് കേട്ടോ. എത്ര നേരത്തെ എണീറ്റാലും എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ ഈ അർജൻറ്റ് വീട്ടിലെ പണി എനിക്കതൊരു സുഖം കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരുന്ന് ആലോചിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മോനെ എണീപ്പിച്ച് മദ്രസക്ക് പറഞ്ഞേക്കുന്ന ഡ്യൂട്ടിയും കൂടി ഉണ്ട്. അവനെ പറഞ്ഞേക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ കുഴിച്ചിട്ട ചെടികളൊക്കെ ചെറിയ ചെറിയ പൂക്കളും മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുന്നത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം കൂടിയാണ്. പുതിയ ചെടികളൊക്കെ വേറെയും കിട്ടിയിട്ടുണ്ട്. തലേന്ന് രാത്രി ചട്ടിയൊക്കെ കൊണ്ടിരിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നിപ്പോൾ മണ്ണ് നിറക്കാനൊന്നും നേരമില്ല, അതുകൊണ്ട് തൽക്കാലം നമുക്കത് ഉള്ളിലേക്ക് വെക്കാം. പിന്നെ ഒട്ടും നേരം കളയാനില്ല, ഉച്ചക്കത്തെ ഫുഡും കൂടി ആക്കി വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ. രാവിലത്തെ ചായക്കടി ഞാൻ ഉപ്പുമാവും അങ്ങോട്ട് ഒതുക്കി. ഉച്ചക്കത്തതും ചെറിയൊരു മത്തൻ കറിയും വെക്കണം, കൂട്ടത്തിൽ കിഴങ്ങും പൊരിക്കാം. മോനക്ക് സ്കൂൾക്ക് ചോറും ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവന് കിഴങ്ങ് പൊരിച്ചതാട്ടോ ഉണ്ടാക്കിയത്. കൂട്ടത്തിൽ ഇവർക്കും ഞാനതാണ്ടാക്കി. അങ്ങനെ കുറച്ച് നേരത്തെ ഒട്ടപ്പാച്ചിലിനിടയിൽ ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി മോൻ്റെ ലഞ്ച് ബോക്സും കൂടി റെഡിയാക്കിയാൽ എൻ്റെ പണി കഴിഞ്ഞു. ചോറിട്ട് കുറച്ച് കിഴങ്ങ് വറുത്തതും ഇവൻ്റെ മെയിൻ കൂട്ടാൻ ഇത് തന്നെയാണ് കേട്ടോ. ചോറ് പാത്രത്തിലും കുറച്ച് കൂട്ടാൻ വെക്കണം, കറി പാത്രത്തിൽ വേറെയും വെക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ ഇവർ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ പരസ്പരം കൈയിട്ട് വാരിയിട്ട് ചിലപ്പോൾ ഇവനക്ക് കറികളൊന്നും കിട്ടലില്ല എന്ന് പറയും. അതിന് ശേഷമായിട്ടോ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കൽ തുടങ്ങിയത്. അങ്ങനെ എൻ്റെ പണികളും കഴിഞ്ഞു, അവരെ സ്കൂൾക്കും പറഞ്ഞയച്ച് ഇനി ഞാൻ പോയി ഒരുങ്ങട്ടെ കേട്ടോ. ഞാനിനി എങ്ങോട്ടാണ് പോകണമെന്നുള്ളതൊക്കെ അടുത്ത വ്ളോഗിലിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.